ഇന്ന് നമുക്ക് കർക്കിടക മാസത്തിൽ കഴിച്ചിരിക്കേണ്ട ഒരു മരുന്നുണ്ടേൻ്റെ റെസിപ്പി കാണാം. മരുന്നുണ്ടെന്ന് പറയുമ്പോൾ കയ്പും ചാർപ്പോ കാണുമെന്ന് വിചാരിക്കേണ്ട. നമ്മൾ അരിയുണ്ടയും അവലോസുണ്ടയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല രുചിയോടുകൂടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു മരുന്നുണ്ട കഴിക്കുകയാണെങ്കിൽ നമുക്ക് മേലുവേദന ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നടുവേദന ഉണ്ടാവില്ല. അതേപോലെ തന്നെ ശരീരത്തിന് നല്ലൊരു ബലം കിട്ടാനും അതുപോലെ നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മരുന്നുണ്ട ഉണ്ടാക്കി കഴിക്കുന്നത്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് അസുഖങ്ങളൊക്കെ കൂടുതൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മരുന്നുണ്ടയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കർക്കിടക മാസത്തിൽ മാത്രമല്ല, നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. എന്നാലും ഈ ഒരു സമയത്ത് ഉണ്ടാക്കി കഴിച്ചാലായിരിക്കും കൂടുതൽ ഗുണം കിട്ടുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരി ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഞവരരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചോറ് വെക്കുന്ന മട്ടിയരി, അതല്ലെങ്കിൽ പായസം വെക്കാനൊക്കെ എടുക്കുന്ന ചെമ്പവരി എടുക്കാം കേട്ടോ. എന്നാലും ഈ ഒരു അരി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അര കപ്പ് ഞവരരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ അരിയൊക്കെ നമ്മൾ വറുത്തെടുക്കുന്നതിന് മുൻപായിട്ടൊന്ന് കഴുകിയിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വെയിലുള്ള സമയത്ത് കഴുകി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ മതി. ഇനി അതിന് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഉണ്ട ഉണ്ടാക്കുന്ന സമയത്താണ് കഴുകുന്നതെങ്കിൽ ആ വെള്ളത്തോട് കൂടിയിട്ട് ഇടുന്നതിന് പകരമായിട്ട് ആ വെള്ളം കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു തുണിയിലേക്കൊന്ന് നിരത്തിയിട്ടിട്ട് വെള്ളം കളയാൻ വേണ്ടിയിട്ട് പാൻ്റെ അടിയിലേക്ക് വെക്കാം. എന്നിട്ട് അങ്ങനെ വെള്ളം കളഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ വെള്ളം കളയുന്നതിന് വേണ്ടിയിട്ട് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അരി പാനിലേക്ക് ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും അരിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് കളർ മാറി വരുന്നുണ്ട്. ഓരോന്നായിട്ട് പൊട്ടാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഓരോന്ന് പൊട്ടിയാൽ പോരാ കേട്ടോ, എല്ലാ അരിയും നല്ലോണം ഒന്ന് പൊട്ടി വന്നോട്ടെ. ഇപ്പോൾ ഇത് അരിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിത് കരിഞ്ഞു പോകാതെ വേറൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എല്ലാം ഒന്ന് നിരത്തി വെക്കണേ, അതല്ലെങ്കിൽ കൂട്ടിയിടുകയാണെങ്കിൽ ആവി അടിച്ചിട്ട് പിന്നെ നനഞ്ഞു പോകും. അതുകൊണ്ട് നിരത്തി വെക്കണം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് എള്ളും കൂടെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അര കപ്പ് കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. കറുത്ത എള്ള എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതും വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി ഒരു തുണിയിലേക്ക് പരത്തിയിട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ്. നമ്മൾ ഞവരരി വറുത്തെടുത്തപ്പോഴേക്കും പാൻ എന്തായാലും നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഈ എള്ള് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതും നമ്മൾ നേരത്തെ ഞവരരി ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഒന്ന് നേരത്തെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് റാഗിയാണ്. ഇതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇതും 2-3 തവണ കഴുകിയിട്ട് വെള്ളം കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. കുതിർത്തി വെച്ചതൊന്നുമല്ല കേട്ടോ, ഇപ്പം തന്നെ കഴുകിയെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് വെള്ളം കളഞ്ഞ് പാനിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. തീ കുറച്ച് വെക്കാം, കരിഞ്ഞു പോകണ്ട. ഇളക്കി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്, റാഗിയൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ എള്ളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ നിരത്തിയിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മുതിരയാണ്. ഇതും അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നത് തന്നെയാണ്. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം ഇതേ അളവിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏതിൻ്റെങ്കിലും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിവാക്കാം. അതല്ല ഏതെങ്കിലും നമുക്ക് അളവ് കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് മരുന്നിട്ട് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മുതിരയുടെ മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്, ഒന്ന് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് റാഗിയിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ നിരത്തിയിട്ട് കൊടുക്കാം. എല്ലാം ഒരേ പാത്രത്തിലേക്ക് ഒരുമിച്ചിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമുക്കിതെല്ലാം തണുത്ത് കഴിയുമ്പോൾ ഒരുമിച്ചിട്ട് പൊടിക്കാനുള്ളതാണ്. ഇനി വേണ്ടത് ആശാലിയാണ്. അതും അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മാത്രം കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെല്ല് പോലെയാകും. നമ്മുടെ ചിയാ സീഡൊക്കെ ആവില്ലേ, അതുപോലെ ജെല്ലായി പോകും. അതുകൊണ്ട് ഇത് മാത്രം കഴുകിയിട്ടില്ല, നല്ലോണം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് കരിഞ്ഞു പോകാതുകൊണ്ട് ഈ എപ്പോഴും ഏറ്റവും കുറച്ച് വെക്കാം. നമ്മളിത് ഇട്ട വഴിക്ക് തന്നെ ഇത് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനായിട്ടൊന്ന് പൊട്ടി തെറിച്ച് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നേരത്തെ എള്ളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ ഇട്ട് വെക്കാം. ഇനി വേണ്ടത് നിലക്കടലയാണ്. ഇത് വറുക്കാത്ത തൊലിയോട് കൂടിയിട്ടുള്ള പച്ചക്കടലയാണ്, അതായത് കപ്പിലുണ്ട് കേട്ടോ. ഇതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. വറുത്ത കടലയാണെങ്കിലും ഒന്ന് വറുത്തെടുത്തോളൂ കേട്ടോ. കാരണം നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലോണം പൊടിയായിട്ട് കിട്ടിക്കോളും. കടലേൻ്റെ തൊലീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, എല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ടാകും, ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ഇപ്പോൾ കടിച്ചു നോക്കുകയാണെങ്കിൽ ചതങ്ങി കളിക്കുകയുള്ളൂ. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നന്നായിട്ട് മുറുകി വന്നോളും. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ കൂടുതൽ നേരം പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എണ്ണ പുറത്തേക്ക് വന്നിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഉണ്ട ഉണ്ടാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി അഥവാ
ഉണ്ടയല്ല ഉണ്ടാക്കുന്നത്, പൊടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാം. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്ന് ഇതുപോലെ വേറെ തന്നെ മാറ്റി വെച്ചോട്ടോ. അവസാനം ഇത് മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഒരുപാട് നേരം അരയ്ക്കാതെ 1-2 തവണ ഒന്ന് പൾസ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഇതും കൂടെ ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതി. ഇനി കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം. രണ്ടും അരക്കപ്പ് വീതം എടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്താൽ മതി. രണ്ടിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിക്കിടന്ന് നമുക്ക് പാനിൽ എടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ കണ്ടില്ലേ, അത്ര ആയാൽ മതി. ഒന്ന് ചൂടായാൽ മതി. നമുക്ക് എളുപ്പത്തിൽ പൊടിച്ചെടുക്കാൻ പറ്റും. ഇതും നമ്മൾ കടല പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ നേരം ഇട്ടിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു വരികയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതും കടലേൻ്റെ കൂടെ തന്നെ മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് കുറച്ച് അവല് വറുത്തെടുക്കാം. 1 കപ്പ് മട്ട അവൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അധികം കട്ടിയില്ലാത്ത അവലാണ്. കട്ടിയുള്ള അവലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതാകുമ്പോൾ പിന്നെ വറുത്തെടുക്കാനും പൊടിക്കാനൊക്കെ എളുപ്പമുണ്ടാകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് നേരിട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കയ്യിലെടുത്തിട്ടൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞു വന്നാൽ മതി. ഇതൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എള്ളും മുത്താറിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉലുവ മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ കൂടുതൽ ഉലുവ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ട കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കയ്പ്പാവുമല്ലോ, അതുകൊണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഉലുവ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. നമ്മൾ വെയിലത്ത് വെച്ചിട്ട് കഴുകി ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ അധികം കയ്പ്പുണ്ടാവില്ല. അതേസമയം നമ്മളിപ്പോൾ ഉണ്ട ഉണ്ടാക്കുന്ന സമയത്ത് കഴുകിയിട്ട് പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുന്നതിനേക്കാളും കയ്പ്പ് കൂടുതലായിരിക്കും. അതുപോലെ ഒത്തിരി സമയം പാനിലിട്ടിട്ട് വറുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടുതൽ സമയം ചൂടാക്കും തോറും ഉലുവേൻ്റെ കയ്പ്പ് കൂടി വരികയുള്ളൂ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഉലുവേൻ്റെ അളവൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പ് വരെയൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ കയ്പ്പായിരിക്കുമല്ലോ. ഒരുപാട് കയ്പ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരരുത്. അതുകൊണ്ട് കുറച്ചിട്ടൊന്ന് മാത്രം, കൂടുതൽ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ചെറിയ ജീരകമാണ്. ഇത് 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കഴുകി ഉണങ്ങിയത് തന്നെയാണ്. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നമ്മൾ ഉലുവയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ അളവും വേണമെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് വരെയൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. 1/2 കപ്പ് വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് അയമോദകമാണ് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഡൈജഷനൊക്കെ നല്ലതായിരിക്കും. നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈസി ആയിട്ട് ദഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അജ്വൈനൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് അയമോദകമൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതും തീരെ കുറച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇത് നമുക്ക് ജീരകമൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലൊരു മണത്തിനും രുചിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കയും ചുക്കും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് ഇഞ്ചി ഉണക്കിയത്. ഏലക്ക ഒരു 5 എടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടിയിട്ടുള്ളതാണ്, അതുകൊണ്ടൊന്ന് കഴുകിയെടുക്കാം. അതുപോലെ തന്നെ ചുക്കൊരു ചെറിയ കഷ്ണമായതുകൊണ്ട് ഒരു 5 എടുക്കുന്നുണ്ട്. 1 ഇഞ്ച് പീസൊക്കെ ആണെങ്കിൽ ഒരു 2-3 എടുത്താലും മതിയേ. ഇതും പൊടിഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്, പിന്നെ വെള്ളമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ഇതും ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. അയമോദകവും ചുക്കൊക്കെ ചേർക്കുകയാണെങ്കിൽ ഡൈജഷൻ എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇതും കൂടെ ചേർക്കുന്നത്, രുചിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. ഇനി നമുക്ക് കുറച്ച് തേങ്ങയാണ് വേണ്ടത്. 1 കപ്പ് തേങ്ങ ചിരകിയതെടുക്കുന്നുണ്ട്. ഇതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വെള്ളമൊക്കെ വറ്റി വരുന്നതിന് വറുത്തെടുക്കാം. നമ്മൾ ഈ ഒരു ഉണ്ട കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനുള്ളതാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങ ചേർക്കുന്നതങ്ങ് ഒഴിവാക്കാം കേട്ടോ. കാരണം തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിത് കേടാകാതെ കുറച്ച് നാളൊന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നത്. ചെറിയൊരു ഗോൾഡ് കളർ ആവുന്നവരെ നമുക്കങ്ങ് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. തേങ്ങേൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡ് കളർ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ചൂടാക്കിയെടുക്കാനുണ്ടായിരുന്നത്. ഇനി നമുക്കിത് തണുക്കുമ്പോൾ പൊടിച്ചെടുക്കാം. എല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവി അടിച്ചിട്ട് വീണ്ടും നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടാണ് പൊടിക്കുന്നത്. 2-3 പ്രാവശ്യമായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചിരുന്ന കടലയും ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളിത് പൊടിയായിട്ടാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഈ ഒരു കടലയും ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് പൾസ് ചെയ്തിട്ട് പൊടിച്ചെടുത്താൽ മതി. 2 തവണ ഒന്ന് പൾസ് ചെയ്താൽ മതി. കൂടുതൽ നേരം നമ്മളിട്ട് അടിക്കും തോറും ഇത് കുഴഞ്ഞ് നമുക്ക് ഉണ്ട ഉരുട്ടാൻ പാകത്തിനായി പോകും കേട്ടോ. അപ്പോൾ പൊടിയായിട്ട് സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഒന്ന് പൾസ് ചെയ്തിട്ട് പൊടിച്ചെടുത്താൽ മതി. ഉണ്ട ഉണ്ടാക്കാനായതുകൊണ്ട് തന്നെ 2 തവണ ഒന്ന്
കറക്കിയെടുത്തപ്പോഴേക്കും ഇത് കണ്ടില്ലേ, ഇതുപോലെ കുഴഞ്ഞാണ് വന്നിട്ടുള്ളത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഈ നെയ്യും കൂടെ ചേരുകയാണെങ്കിൽ ഡൈജഷന് കൂടുതൽ എളുപ്പമായിരിക്കും. പൊടിയായിട്ടാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ചേർക്കുന്നത് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് മുൻപേ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഒരു ദിവസം 1-2 ടേബിൾ സ്പൂൺ പൊടി വീതം കഴിച്ചാൽ മതി. ഇതിപ്പം നമ്മളിവിടെ മരുന്നുണ്ടയാണ് ആക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കരയും കൂടി ഒന്ന് ഉരുക്കി ചേർക്കാനുണ്ട്. ഇതിപ്പോൾ 400 ഗ്രാമിൻ്റെ ഒരു കട്ടയാണ്. നമുക്കിതിൽ നിന്നൊരു 250 ഗ്രാം ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ചക്കരയ്ക്ക് പകരമായിട്ട്, അതായത് കരിപ്പെട്ടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കര ഉപയോഗിക്കാം. ജാഗരി, അതായത് വെള്ളം ഉണ്ടല്ലോ അത്. ചക്കരയൊക്കെ നല്ലോണം ഉരുക്കിയിട്ടുണ്ട്. ഒരു നൂൽപ്പാകം ആവാനൊന്നും കാത്തേക്കേണ്ട ആവശ്യമില്ല. നല്ലോണം തിളച്ച് ഒന്ന് കൊഴുപ്പായാൽ മതി. അതായത് നമ്മൾ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നിയാൽ മതി. എന്നാൽ ഒരു നൂൽപ്പാകം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഉരുക്കി വെച്ചിരിക്കുന്ന ചക്കര ഒരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. മുഴുവനായിട്ട് ഒരുമിച്ച് ഒഴിക്കുന്നില്ല കേട്ടോ. ആദ്യം കുറച്ച് ഒഴിച്ചോ, എന്നിട്ട് ആ പൊടിയൊക്കെ ഒന്ന് നനച്ചെടുത്തോ, എന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ അരിപ്പയിൽ കൂടെ തന്നെ അരിച്ചൊഴിച്ചോ. അങ്ങനെ നമുക്ക് കുറച്ചൊന്ന് നനച്ചെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള അത്രയും നനവായിട്ടുണ്ട്. മധുരവും പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ 250 ഗ്രാം ചക്കര എടുത്തതിൽ ഇത് കണ്ടില്ല, ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. പാകത്തിന് മധുരം ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയപ്പോൾ പാകത്തിനുണ്ട് കേട്ടോ. ഞാനപ്പോൾ ആ 250 ഗ്രാം ചക്കരയും മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് പിടിച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് നെയ്യും തടവിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി. നമ്മൾ ചക്കര ഒരുപാട് നമ്മൾ ഒരു നൂൽപ്പാകം ആക്കിയൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് അടിച്ചാൽ പൊട്ടാതെ ആവുമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരുന്ന ടൈപ്പിലുള്ള ആ ഒരു ടൈപ്പ് ഉണ്ടയാണ്. നമുക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ഉണ്ടയായിട്ടാണ് പിടിക്കുന്നത്. നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്തതിന് നമുക്കൊരു 35 ഈ ഒരു വലിപ്പത്തിലുള്ള ഉണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒന്നിത് പൊട്ടിച്ചും കൂടെ കാണിക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, പൊടിഞ്ഞു പോകില്ല, എന്നാൽ നമുക്ക് പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഒരുപാട് മുറുകിപ്പോയിട്ടൊന്നുമില്ല. ടേസ്റ്റും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്കൊക്കെ കഴിക്കാൻ തോന്നുന്ന മരുന്നിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു രീതിയിലൊന്നും അല്ലാതാണ്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും മരുന്നുകളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചതകൊപ്പിയോ കക്കുംകായോ, അതായത് വട്ടുകായോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് കൂടുതൽ ഹെൽത്തി ആയിരിക്കും. ഇതിപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രുചിയോട് കൂടിയിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൽ ചൂടൊക്കെ നന്നായിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം 2-3 പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെക്കണം കേട്ടോ. ഇതിൽ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങയും കൂടെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒരുപാട് നാൾ കേടാകാതെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാനൊന്നും പറ്റില്ല. എന്നാലും നമ്മൾ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റിച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും 1 മാസമൊക്കെ നമുക്ക് പുറത്ത് വെക്കാനായിട്ട് പറ്റുമായിരിക്കും. ഇനി അഥവാ നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാലും മതി. നമ്മൾ 2-3 ബോക്സിലാക്കിയിട്ട് വെക്കാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ 2 ബോക്സ് പുറത്ത് വെക്കുക, എന്നിട്ട് 1 ബോക്സ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതിയല്ലോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കുന്നത് വെറുതെ ആകില്ല. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ഹെൽത്തിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കണ്ടില്ലേ, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.